നമുക്ക് ചിലപ്പോൾ രാത്രി ഭക്ഷണം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാലോ ഒക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ലേ? ചെറിയ മധുരം കഴിക്കാൻ തോന്നും അല്ലേ? അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മധുരമാണെങ്കിൽ അത് കഴിക്കാൻ വളരെ നന്നായിരിക്കും അല്ലേ? അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ മധുരമാണ്. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്, ചോക്ലേറ്റ് പോലെ കഴിക്കാം ഉണ്ടല്ലേ. അപ്പോൾ അത് മാങ്ങയില്ലാത്തപ്പോഴേക്കും നമുക്ക് മാമ്പഴ രുചി അറിയാൻ വളരെ നല്ലൊരു സാധനമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി വെച്ച എന്താണ്, അത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും, മാമ്പഴത്തര എന്നായിട്ട് പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ച എന്താണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞുമോള് വരുമ്പോഴേക്കും എടുത്തേക്ക് എന്താണ് ഞാൻ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല വെയിൽ വേണമെന്ന് മാത്രം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 1 മാസത്തിലധികമായി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ മഴ വന്നപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിപ്പോയി, പക്ഷേ ഭാഗ്യത്തിന് കേടാവാതെ കിട്ടി. മഴ വന്നു വെച്ചാലും പകലൊക്കെ തിരിച്ച വെയിലുള്ളതുകൊണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടി. 1 മാസത്തോളമായി ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ അത് നല്ല രസത്തിൽ ഞാനത് മുറിച്ച് കഷ്ണമാക്കി വെച്ചു. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ രസമല്ലേ, വലിയ മാമ്പഴത്തര ഉണ്ടാക്കിയേക്കണ പോലെ കാണും. അതും ഞാൻ കാണിച്ചു തരാം. അത് കഷ്ണമാക്കി വെക്കണ കാണുമ്പോഴുള്ള ഇതും കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ കമൻ്റായിട്ട് എഴുതുക. നല്ലതായാലും ചീത്തയാണെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റ് വിശദമായിട്ട് അറിയിക്കുക. നല്ല കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം കൂടും, കുറ്റങ്ങളാണെങ്കിൽ അത് എനിക്ക് തിരുത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാൻ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ മാങ്ങയുള്ളപ്പോൾ ഇങ്ങനെ നല്ല ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ മക്കൾ വരുമ്പോഴേക്കും മാങ്ങ എടുത്തിട്ടൊരു സാധനം ഉണ്ടാക്കി വയ്ക്കാൻ പോവാണ്. ഞാൻ 3 മാങ്ങയാണ് ഇന്ന് എടുത്തതാണ്. നല്ല പഴുത്ത മാങ്ങ, ഒരു മൂവാണ്ടൻ മാങ്ങയാണ്. ഇത് ഏത് മാങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കട്ട് ചെയ്തതിന് ശേഷം 3 മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുകയാണ്, അതിൻ്റെ പൾപ്പ്. അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കഷ്ണം കറുവപ്പട്ട ചേർക്കുന്നുണ്ട്. മണത്തിനും ഗുണത്തിനും കറുവപ്പട്ട നല്ലതാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ചേർക്കുന്നുണ്ട്. ഇത് ഇന്ന് മാത്രമേ ഞാൻ കറുവപ്പട്ട ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് പല ദിവസങ്ങളിലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര. അതും ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നില്ല, ആദ്യത്തെ ദിവസം തന്നെ എടുക്കുന്നുള്ളൂ. മറ്റുള്ള ദിവസങ്ങളൊക്കെ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ, അതിലധികം ചേർക്കുന്നില്ല. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കുക കേട്ടോ. ഞാനധികം ചേർക്കത്തില്ല, എന്താ വെച്ചാൽ മാങ്ങയ്ക്ക് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ആദ്യം പഞ്ചസാരയും ലവംഗവും കൂടി, അതായത് കറുവപ്പട്ടയും കൂടി അരച്ചെടുത്തു. അതിനുശേഷം ഞാൻ ആ മാങ്ങ പീസൊക്കെ ഇടുകയാണ്, എന്നിട്ട് അരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നല്ലപോലെ അരിച്ചെടുക്കുകയാണ്, നാരുണ്ടോയെന്ന് അറിയാം. പക്ഷേ ഈ മാങ്ങയിൽ നാരൊന്നും ഉണ്ടായിരുന്നില്ല, തീരെ നാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. തീരെ നാരില്ലാത്ത മാങ്ങയായിരുന്നു അത്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടായി തോന്നില്ല. സമയമൊന്നും അധികം വേണ്ട, വേവിക്കണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കുന്നു. ഇത് എന്താ ചെയ്യണമെന്ന് നോക്കൂ. ഒരു പ്ലേറ്റ് എടുത്തു, അതിൽ കുറച്ച് നെയ്യ് പുരട്ടുകയാണ്. നെയ്യ് പുരട്ടിയിട്ട് ഈ മാങ്ങക്കൂട്ട് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂട്ട് ഒരേ ലെവലിൽ നമ്മൾ പരത്തിയെടുക്കണം. അതിനുശേഷം പതുക്കെ ഒന്ന് പ്ലേറ്റ് തട്ടിക്കൊടുക്കുക. കാരണം അതിൻ്റെ ഉള്ളിലുള്ള വല്ല എയർ ബബിൾസും വായുവിൻ്റെ വല്ല ഇതുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് പതുക്കെ നോക്കി കൊടുക്കുക. ഇതപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം രാത്രിയിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ രാത്രി ഇങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് പുലർച്ചെയാണ് എടുത്തത്. അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുക്കുംബറിൻ്റെ തൊലി ഇതിന് ചുറ്റും വിതറിക്കുകയാണ്, ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രാത്രി വയ്ക്കുമ്പോൾ മധുരവും മണമൊക്കെ ഉള്ളതല്ലേ, ഉറുമ്പ് വരണ്ട വെച്ചിട്ട്.
അതിനുശേഷം പിറ്റേന്ന് കാലത്ത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി 2 ദിവസം അങ്ങനെ ഉണക്കി 2-3 ദിവസം അങ്ങനെ 2-3 ദിവസം ചെയ്യുകയാണ്. അതെന്താണെന്ന് നോക്കിക്കോളൂ. 2-3 ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ. അതായത് 2 ദിവസം 3 ദിവസം ഇടവിട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം മാത്രം മറ്റേ ലെയർ ഒഴിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഈ ലെയറോടുകൂടി ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കിത് 6 7 8 ലെയർ വരെ ഉണ്ടാക്കാം വെയിലനുസരിച്ച്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ല പോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴത്തര ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 4 ലെയറാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും മഴ പെയ്തു. മഴ പെയ്താൽ പിന്നെ കൂടുതൽ ലെയറൊന്നും ഇട്ടില്ല. അതിൽ തന്നെ ഒരു ലെയർ ഞാൻ എടുത്ത് മാറ്റി. കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നനവ് തോന്നിയ പോലെ ഞാൻ വിചാരിച്ചു കുഞ്ഞുമോള് വരുമ്പോഴേക്കും എടുത്തേക്കാളാണ്. അപ്പോൾ കേടാക്കാൻ പറ്റില്ല ചുറ്റും മുകളിലത്തെ ലെയർ ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ അതിന് പണ്ടുള്ളവർ പറഞ്ഞത് മാമ്പഴത്തര എന്നാണ് കണ്ടത്. വെറും ചൂട്ടത്ത് ഇതാക്കി എടുത്താണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ മടക്കി വെക്കാം. ഇങ്ങനെ ഇങ്ങനെയാക്കിയിട്ട് അതന്നെ തരാന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. മാമ്പഴത്തരാന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. നമുക്കിപ്പോൾ കഷ്ണമാക്കി ക്യാൻഡി പോലെ ആക്കി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരേ ലെയറായിട്ട് എടുക്കാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ഞാനങ്ങനെ എടുത്തിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി ഉണങ്ങിയപ്പോൾ അത് കണ്ടു ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ ലെയറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ബർണിയിലോ പ്ലാസ്റ്റിക് ബോട്ടിലിലോ സ്പടിക ബർണിയിലോ എന്തിലും വേണമെങ്കിലും വെക്കാം. പണ്ടുള്ളവർ കാലങ്ങളോളം ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർ, നമ്മുടെ നാട്ടിൽ പണ്ട് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ബർണിയിലാക്കിയിട്ടോ സ്പടിക ബർണിയിലൊക്കെ ആക്കി വെച്ചിട്ട് വെച്ചായിരുന്നു, മൺബർണിയിലോ ഒക്കെ. ഇപ്പം നമുക്കിതിങ്ങനെ ഇതിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറേ കാലം ഇരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഞാനപ്പോൾ ഇതിലിത്തിരി കറുവപ്പട്ടയും ഒക്കെ ചേർത്തിട്ടുണ്ട്. കറുവപ്പട്ട മണത്തിന് മാത്രമല്ല ഗുണമുള്ള കൂടിയാണെന്ന് അറിയാമല്ലോ. അപ്പം ഞാനിത് അതിങ്ങനെ കഷ്ണാക്കി വെക്കുകയാണ് കേട്ടോ. ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു ഓർമ്മ വന്നേ. ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു മാംഗോ ഇത് വാങ്ങിയിരുന്നു. ഒരു ഹൈദരാബാദിൽ നിന്നാണ്ട് വന്നിരുന്നതാണ് ഒരു മാംഗോ ബാർ വന്നിരുന്നു. ഇങ്ങനെ അത് ഇതിൻ്റെ വകഭേദമായിരുന്നു. അപ്പോൾ നമുക്ക് നാട്ടിലെ വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. വീട്ടിലുള്ള ചെറിയ ബിസിനസ് പോലെ തുടങ്ങുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ അടുത്ത വർഷം തുടങ്ങും. അമ്മൂസ് ക്യാൻഡി എന്ന് പറഞ്ഞിട്ട് അമ്മൂസ് മാംഗോ ക്യാൻഡി അടുത്ത വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാമ്പഴത്തിര വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കമൻറ്റും തരാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. ചെറിയ കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കണം. മാങ്ങയുടെ മധുരവും ഷുഗർ വളരെ കുറച്ച് ചേർത്തുള്ളൂ. പിന്നെ പുളിമാങ്ങ ചേർത്താണ്, അതിന് പുളി ഒരു ലേശം പുളിയുള്ള മാങ്ങ ചേർത്താണ്. അപ്പോൾ മധുരവും പുളിയൊക്കെ കൂടി മാങ്ങയുടെ നല്ല മധുരവും നല്ലൊരു മണവും ഇതിലൊക്കെ ആയിട്ട് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കണ്ടുമുട്ടാമെന്ന് വരുന്നു. ഉണഞ്ഞു കഴിക്കാൻ എന്താ രസം. ഉണഞ്ഞു കഴിക്കാൻ പറ്റുന്ന മധുരം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാവണ മാങ്ങ ഇങ്ങനെ പല രീതിയിലും ഉപയോഗപ്പെടുത്താം, സൂക്ഷിച്ച് വയ്ക്കാം. ചെറിയ കഷ്ണമാക്കിയതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ഇതൊന്നും കൂടി ഉണക്കിയെടുത്തു നല്ല പോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ എല്ലാ മാമ്പഴ റെസിപ്പികളും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം പറയുന്നു. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹം നിങ്ങളുടെ ഈ മുഖമാക്കി.